സൂര്യാണ്ണൻ്റെ യൂണിറ്റിനകത്തുള്ള ചേട്ടൻ്റെ കല്യാണം വന്നിട്ട് അപ്പം നമ്മൾ ഫോട്ടോ ചെയ്യാൻ കൊടുത്താൽ പിന്നെ നാരങ്ങയൊക്കെ മേടിച്ചിട്ട് വന്നായിരുന്നു വീട്ടിൽ നിന്ന്. ഉത്തരാടത്തിന് വൈകുന്നേരം പോയി എല്ലാം പർച്ചേസ് ചെയ്തിട്ടോ. പിന്നെ അതുപോലെ പൊടി ഐറ്റങ്ങളെല്ലാം വറുത്ത് പൊടിച്ച് വെച്ച് അതാകുമ്പോൾ ജോലി കുറച്ചങ്ങ് ഒതുങ്ങുമല്ലോ. പിന്നെ നമ്മൾ മാങ്ങാച്ചാറും ഇഞ്ചിയും നാരങ്ങയൊക്കെ ഇട്ട് വെച്ച്. ഇഞ്ചി അച്ചാർ ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത്. എന്താണെന്നല്ല പ്രത്യേക ടേസ്റ്റ്. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നറിയത്തില്ല, ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. രാത്രി 1:15 ആയപ്പോൾ കയറി കിടന്നപ്പം ഫുൾ തിരക്കായിരുന്നു. പിന്നെ രാവിലെ എണീച്ച് കുളിച്ച് വിളക്ക് കത്തിച്ചിട്ട് അത്തപ്പൂ ഇട്ട് കേട്ടോ. പിങ്കിമ്മ എന്താണെന്ന് അറിയത്തില്ല, രാവിലത്തെ കാഴ്ചയാണെങ്കിൽ ഇങ്ങനെ വന്ന് കിടക്കും ആൾ കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് രാവിലത്തെ കാഴ്ചയാണ് ഇങ്ങനെ വന്ന് കിടക്കുന്നത്. പിന്നെ ഞങ്ങൾ രാവിലെ കുളിച്ച് കഴിഞ്ഞ് 9:15 ആയപ്പോൾ ഞാനും ഏട്ടനെ ഇറങ്ങി കേട്ടോ. നമ്മുടെ ശാസ്താംകോട്ട ജമനി ആഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കല്യാണം. അങ്ങനെ ഞങ്ങളൊരു 9:15 10 മണിയൊക്കെ ആയപ്പോഴത്തെ വന്ന്. അങ്ങനെ ഞങ്ങൾ വന്ന സമയത്തൊന്നും വലിയ തിരക്കില്ലായിരുന്നു കേട്ടോ. നമ്മുടെ യൂണിറ്റിലുള്ള ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പെൺപിള്ളേരൊക്കെ വൈകുന്നേരം വരത്തുള്ളൂ, വൈകുന്നേരത്തെ ഫംഗ്ഷനെ വരത്തുള്ളൂ കേട്ടോ. ഇതാണ് പുതിയ പെണ്ണ്, ഈ വരുന്നതാണ് പുതിയ പെണ്ണ് കേട്ടോ. അപ്പം വൈകുന്നേരത്തെ ഫംഗ്ഷനും വിളിച്ചാണ്, പക്ഷേ അത് ചവറ വെച്ചായിരുന്നു വൈകുന്നേരത്തെ ഫംഗ്ഷൻ. അപ്പോൾ അന്ന് ഉത്തരാടത്തിന് അന്നായതുകൊണ്ട് നമുക്ക് ഫുൾ തിരക്കും സാധനങ്ങൾ വാങ്ങിപ്പോക്കലും എല്ലാം പർച്ചേസും ഒക്കെ ആയതുകൊണ്ട് ഫുൾ തിരക്കായതുകൊണ്ട് പോകാൻ പറ്റിയില്ല. രാവിലത്തെ കല്യാണത്തിന് മാത്രമേ കൂടാൻ പറ്റുള്ളൂ. അങ്ങനെ പൊളി ഒരു കല്യാണം കണ്ടിട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം നമ്മൾ ഓണത്തിൻ്റെ ടൈമിൽ ഒരു ഉത്തരാടത്തിന് തിരുവോണത്തിനൊക്കെ ഇങ്ങനെ കല്യാണം കൂടുന്ന ഞാൻ ആദ്യമായിട്ടാട്ടോ. അപ്പോൾ അങ്ങനെ കല്യാണമൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ ഫോട്ടോ ചെയ്താണ്. ആ ഫോട്ടോ കൊണ്ടുപോയി ചേട്ടനെ കൊടുത്തിട്ട് അങ്ങനെ ഒരു നാരങ്ങയും കിട്ടി, അതും മേടിച്ച് പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാൻ വേണ്ടി പോയിട്ടോ. ഫുഡ് അടിക്കുന്നത് ഫുൾ ക്യൂ ആയിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി നേരെ ഞാനോട്ടും പോയിരുന്നിട്ട് നല്ല എല്ലാ കറിയും കൊണ്ട് നല്ല അടിപൊളി കിടുക്കാച്ചി സദ്യയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു സദ്യ കേട്ടോ. പിന്നെ പാൽപ്പായസവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് പാൽപ്പായസം കേട്ടോ. പിന്നെ പ്രഥമനുണ്ടായിരുന്നു, പിന്നെ ബോളുണ്ട്. അതൊക്കെ കഴിച്ച് പിന്നെ നേരെ പിന്നെ വീട്ടിലോട്ട് വിട്ട് അടുത്ത വീട്ട് കാണാവേ. ബൈ.